പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളക്കരയെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു നടൻ സലീം കുമാർ കഴിഞ്ഞ ദിവസം വിടവാങ്ങിയത്. മലയാളികൾ അത്രമേൽ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നടൻ വിടവാങ്ങുമ്പോൾ ആ ചടങ്ങുകൾ കാണാൻ എല്ലാവരും തീർച്ചയായും ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നുകൂടിയാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതോടൊപ്പം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സലീം കുമാർ, മരണപ്പെട്ട സലീം കുമാറിന് മക്കളുണ്ട്, ഭാര്യയുണ്ട്, മറ്റ് സഹോദരങ്ങളുണ്ട്, കുടുംബാംഗങ്ങൾ ഉണ്ട്. അവരുടെ സ്വകാര്യതയിലേക്ക് ഒരിക്കലും കടന്നു കയറാത്ത തരത്തിൽ തന്നെയായിരിക്കണം പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എത്തിക്കേണ്ടത്. എന്നാൽ ഇന്നലെ ഈ മരണാനന്തര ചടങ്ങുകൾ പകർത്തുന്നതിനിടെ സലീം കുമാറിൻ്റെ മകൻ ചന്തു, അദ്ദേഹത്തെയും നമുക്കെല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്, അദ്ദേഹവും സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണ്. മാധ്യമപ്രവർത്തകരോടടക്കം അദ്ദേഹത്തിന് രോഷപ്രകടനം നടത്തേണ്ടതായി വന്നു. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ സജീവമായിട്ടുള്ള യൂട്യൂബർമാരോട് അടക്കമാണ് ഇത്തരത്തിൽ രൂക്ഷമായി പെരുമാറേണ്ടി വന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണുമ്പോൾ പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു തീവ്രത തീർച്ചയായും മനസ്സിലാകും. ഞാൻ ആ ദൃശ്യങ്ങളിലേക്കാണ് ഒന്ന് പോകുന്നത്. അങ്ങേയറ്റം ദുഃഖകരമാകുന്ന, ഞങ്ങളും സ്വയം വിമർശനാത്മകമായി തന്നെ വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. ഇതിപ്പോൾ പലപ്പോഴായി സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു വാർത്തയായി തന്നെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു പക്ഷേ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നിരവധി മാധ്യമ പ്രവർത്തകർ അവരുടെ ക്യാമറ കണ്ണുകൾ ട്രൈപോഡുകളിൽ വെച്ചുകൊണ്ട് ഈ ദൃശ്യത്തിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ ടെലിവിഷൻ ചാനലുകളുടെ ക്യാമറാമാൻമാർ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതാണ്. അവിടെ കാലങ്ങളായി ഞങ്ങൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്വകാര്യത, അവിടെ ഒരു അച്ഛനം നഷ്ടപ്പെട്ട മകനാണ്, അവരുടെ വികാരങ്ങളെക്കാളൊക്കെ നമ്മൾ വില കൊടുക്കേണ്ടത് ആ കുടുംബത്തിനാണ്. അവർ അവസാന നിമിഷം യാത്രയയക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്ക് കയറി ചെല്ലുക, കടന്നു ചെല്ലുക, അത് തീർച്ചയായും അംഗീകരിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചന്തുവിനെ 100% പിന്തുണയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയ പ്രേക്ഷകരെ, ടെലിവിഷൻ ചാനലുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അവിടെയും ഒരു മത്സരം നിലനിൽക്കുന്നു എന്നത് വസ്തുതയാണ്. മറ്റൊന്ന്, യൂട്യൂബ് ചാനലുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ വ്യക്തിയും ഓരോ ചാനലുകൾ ആയി മാറുന്നു. അവരുടെ സബ്സ്ക്രിപ്ഷൻ വർദ്ധിപ്പിക്കുക, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. അതുമാത്രവുമല്ല, ഈ നവമാധ്യമങ്ങളുടെ ട്രെൻഡ് കണ്ടുകൊണ്ട് ഇതിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു മൊബൈലുമായി ഇറങ്ങി കഴിയുന്നത്ര ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കും ഒരു പരിധിവരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് വേണം ഞങ്ങൾക്കും ഇപ്പോൾ വാർത്തകൾ പകർത്തുന്നതിനും എന്നതാണ് സാഹചര്യം. യഥാർത്ഥത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത 2 പ്രതിനിധികൾ ആണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്ന് നവമിയും മറ്റൊന്ന് ആജ്ഞ രവീന്ദ്രനും. അവിടെ ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ ന്യൂസ് 18 എന്തു തന്നെയാണ് എങ്കിലും ശ്രമിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ 2 ലേഖകർ അതിൽ കഴിയുന്നത്ര മിതത്വം പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചത്. ഇപ്പോഴിതാ നവമി ചേരുന്നുണ്ട്. നവമി, ഇതിൽ സംഭവിക്കുന്നത്, നേരത്തെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ നിശ്ചിത ചാനൽ പ്രവർത്തകർ ഉണ്ടാകും, അവർക്കത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഈ സലീം കുമാറിൻ്റെ മരണാനന്തര സമയത്ത് ഏതാണ്ട് 100-ലധികം യൂട്യൂബർമാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നു നമ്മളടക്കം നേരിടുന്ന പ്രതിസന്ധി അവിടെ? അഭിലാഷ്, നമുക്കറിയാം ഇപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപ് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ശ്രീനിവാസന്റെ മരണാനന്തര ചടങ്ങുകളിൽ പോലും സമാനമായ രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടായി. അന്ന് ആ കുടുംബം അതിനെ റിയാക്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. പകരം ഒപ്പമുണ്ടായിരുന്നവർ പലരും മാധ്യമങ്ങളെന്ന് നമ്മൾ പറയാൻ പറ്റില്ല, ഈ ഓൺലൈൻ മാധ്യമങ്ങളോട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവർ മാധ്യമപ്രവർത്തകരാകുന്ന കാലമാണ്. അവരോടൊക്കെ പറയുന്നുണ്ട്, പല ആവർത്തി പറഞ്ഞിരുന്നു, മൊബൈൽ ഫോൺ മാറ്റി വെക്കൂ, കാരണം ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നു. നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തുവാൻ വേണ്ടി മുന്നിലേക്ക് കയറി വരുമ്പോൾ ആ മൃതദേഹം കാണാൻ വരുന്നവർ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വരുന്നവർക്ക്
വലിയ തടസ്സമാകുന്നു എന്നത് പല ആവർത്തി പറയുന്നതാണ്. പല സാഹചര്യങ്ങൾ നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ്. ശ്രീനിവാസൻ്റെതും സമാനമായ രീതിയിലുണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ഇത് ഇത്രയും വലിയ ചർച്ചയായത് സോഷ്യൽ മീഡിയയിലടക്കം മാധ്യമപ്രവർത്തകരെയാണ്, അതായത് നമ്മൾ ഉൾപ്പെടെയുള്ളവരെയാണ് പലരും വിമർശിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി സുപ്രിയ പൃഥ്വിരാജ് ഉൾപ്പെടെ, അവരും ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു, അവരുൾപ്പെടെ മാധ്യമങ്ങളെ വിമർശിക്കുന്ന, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളെ വിമർശിക്കുന്ന തരത്തിലേക്ക് അവരുടെ ആ കുടുംബത്തിന്റെ ഒരു സ്വകാര്യതയെ പോലും മാനിക്കാതെ ഒരു മൊബൈൽ ഫോണുമായി കടന്നു കയറി എന്തും ചെയ്യാമെന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അഭിലാഷ് പറഞ്ഞതുപോലെ ചന്തുവിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. കാരണം സ്വാഭാവികമായും ഒരു മകനുണ്ടാകുന്ന വൈകാരിക പ്രതികരണം മാത്രമേ ചന്തുവിലും ഉണ്ടായിട്ടുള്ളൂ. കാരണം അച്ഛന്റെ ചടങ്ങുകൾ കാണാൻ എത്തുന്നവർ, അല്ലെങ്കിൽ അച്ഛനെ അവസാനമായി കാണാനെത്തുന്ന സഹപ്രവർത്തകരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അവർക്ക് ഈ മൃതദേഹത്തിന് അടുത്തേക്ക് വരാൻ കഴിയാത്തത്ര ആളുകൾ ചുറ്റും കൂടി നിൽക്കുകയാണ്. എല്ലാവരും മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ച് ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന രീതിയിലേക്ക്, ആ മൃതദേഹത്തിന്റെ മുഖത്തേക്ക് മൊബൈൽ ഫോൺ സൂം ചെയ്യുന്നവരുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സലിംകുമാറിന്റെ ഭാര്യയുടെ മുഖത്തേക്ക്, മക്കളുടെ മുഖത്തേക്ക്, അങ്ങനെ യാതൊരു ഒരു കോമൺ സെൻസ് എന്ന് നമ്മൾ പറയില്ല, ആ കോമൺ സെൻസും കാണിക്കാത്ത തരത്തിലേക്കാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും ഇന്നലെ അവിടെ കാണിച്ചു കൂട്ടിയത്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്താൻ വളരെ ഏറെ ബുദ്ധിമുട്ടി. നമ്മുടെ ക്യാമറാമാൻ അടക്കം അവിടെ ഒരു മുഖം കറുപ്പിച്ച് പലരോടും പെരുമാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം നമ്മൾ ഈ ക്യാമറയും ഉയർത്തിക്കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക്, സാറ്റലൈറ്റ് മാധ്യമ പ്രവർത്തകർക്ക് ഈ ദൃശ്യങ്ങൾ സുഗമമായി പകർത്തുന്നതിന് വേണ്ടി ഒരു സ്ഥലം നൽകിയിരുന്നു. അത് നേരത്തെ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പിഷാരടിയും ആൻഡോ ജോസഫിനോടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, നമ്മൾ മാധ്യമങ്ങൾക്ക് മാത്രമായിട്ടൊരു സ്ഥലം അനുവദിച്ചു തരണം, അവിടെ നിന്ന് മാത്രമേ ഞങ്ങൾ ദൃശ്യങ്ങൾ പകർത്തൂ എന്ന് ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലമുണ്ടാക്കി അവിടെ മാധ്യമങ്ങൾക്ക് ട്രൈപോഡ് അടക്കം വെച്ചുകൊണ്ട് സുഗമായി എടുക്കാനുള്ള 2 സ്ഥലങ്ങൾ നൽകിയിരുന്നു. പക്ഷെ ആ സ്ഥലത്ത് നിന്ന് പോലും നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി പകർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കായിരുന്നു ഇന്നലെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ പലരുടെയും പ്രവൃത്തി. പ്രത്യേകിച്ച് സലിംകുമാറുമായി അടുത്ത് നിൽക്കുന്നവരെല്ലാം സെലിബ്രിറ്റികളാണ്. ദിലീപ്, രമേശ് പിഷാരടി, അപർണ ബാലമുരളി, മീര ജാസ്മിൻ അടക്കമുള്ളവർ, ഒപ്പം ചന്തുവിന്റെ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും തന്നെ നിൽക്കുന്ന ഇടത്തേക്ക് മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് ഇവരുടെ മുഖത്തേക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യം തോന്നും. ആ തരത്തിലാണ് അവർ വളരെ വേദനിച്ചിരിക്കുകയാണ്. ദിലീപൊക്കെ സലിംകുമാറുമായി എത്രമാത്രം ആത്മബന്ധമുള്ളവരാണെന്ന് നമുക്കറിയാം. ആ വേദനിച്ചിരിക്കുന്നവരുടെ മുഖത്തേക്ക് മൊബൈൽ ഫോൺ നേരെ പിടിച്ചുകൊണ്ട് വളരെ അവർക്ക് വലിയ ഓക്വേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോലും ഇവർ ദൃശ്യങ്ങൾ പകർത്തുന്ന സാഹചര്യങ്ങളിലേക്ക് പോയി. അല്പസമയം കൊണ്ട്, അതായത് ഇത് സഹിക്കാൻ വയ്യാതെ മീര ജാസ്മിനും അപർണ ബാലമുരളിയും അവിടെ നിന്നും വളരെ വിഷമത്തോടു കൂടി എഴുന്നേറ്റ് പോയി വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ കടന്നു. ഈ ദൃശ്യങ്ങൾ, അതായത് ചന്തു ഇത്രയും വളരെ മോശമായ, അല്ലെങ്കിൽ ചന്തു വൈകാരികമായ ആ ഒരു പ്രതികരണം നടത്തിയത് തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മൊബൈൽ ഫോണും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചടങ്ങ് പൂർത്തിയാക്കാൻ പോലും കഴിയാത്തത്രേ. പ്രത്യേകിച്ച് ചന്തു കരഞ്ഞ് വൈകാരികമായി അച്ഛന് ചുംബനം നൽകി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അത് സൂം ചെയ്ത് അവരുടെ ഒരു വ്യൂവർഷിപ്പ് യൂട്യൂബിലിടുമ്പോൾ ആളുകൾ കാണുന്നതിനു വേണ്ടി ഏത് തരത്തിൽ എടുത്താൽ അത് യൂട്യൂബിൽ വ്യൂവേഴ്സ് കൂടുമെന്ന കൃത്യമായി പഠിച്ചുകൊണ്ട് അത്തരത്തിലേക്കുള്ളൊരു അത് പകർത്താനാണ് അവർ ശ്രമിച്ചത്. വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇന്നലെ പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ഈ മുഖ്യമന്ത്രി അടക്കം ഇവരോട് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോലും ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ പ്രവൃത്തി അതിര് കടന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ, അതായത് മകനെ സംബന്ധിച്ച്, മകൻ മാത്രമല്ല, കുടുംബാംഗങ്ങളുണ്ട്, സലിംകുമാറിൻ്റെ സഹോദരങ്ങളുണ്ട്, ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ട്, പരിചയക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു സ്പേസ് നഷ്ടമാകാതിരിക്കുക എന്നത് നമ്മൾ സ്വയം പാലിക്കേണ്ട ഒരു നിയന്ത്രണമാണ്. ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നവമി സൂചിപ്പിച്ചത്. ഇതിപ്പോൾ ആദ്യമായല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടൻ ശ്രീനിവാസൻ്റെ മരണ സമയത്തും ഇത് തന്നെയായിരുന്നു സാഹചര്യം. മാധ്യമപ്രവർത്തകർക്കും ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതേസമയം ഞങ്ങളും ഇത് വിമർശനാത്മകമായി തന്നെയാണ് വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.